വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. ഫ്യൂകോക്ക് ദ്വീപിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ മലയാളികളും ഉൾപ്പെട്ടതായി സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനയ കൂടി ചേരുന്നുണ്ട്. വിനയ, എപ്പോഴായിരുന്നു അപകടം നടന്നത്? ബോട്ടിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? മലയാളികൾ അടക്കം അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഫൂകോക്ക് ദ്വീപിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. ഹോൻമേ റൂത്ത് ദ്വീപിൽ നിന്ന് ആൻതോയിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ ബോട്ടിൽ ഉണ്ടായിരുന്നത് 36-ലധികം വിനോദസഞ്ചാരികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ 32 പേർ ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇതെല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കടലിൽ നിന്ന് 400 മീറ്റർ അകലെയാണ് ഈ ബോട്ട് മറിഞ്ഞു വീണ അപകടമുണ്ടായത്. കടൽക്ഷോഭമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. കൂടാതെ തന്നെ 36 പേരാണ് ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഉണ്ടായത് വലിയ ഒരു അപകടം തന്നെയാണ്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ കൂടുതൽ പേരും ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇന്ത്യൻ എംബസി അടക്കം തന്നെ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളും കണക്കുകളും മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 32 പേർ ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. എന്തായാലും അല്പസമയം കൂടി കാക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരാൻ.